الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിൻ്റെ നിയമത്തിൽ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖുലഫാഉർ റാഷിദുകളുടെ എന്ന് പറഞ്ഞാൽ 4 ഖലീഫമാരുടെ ഭരണത്തിന് ശേഷം ഉമവി വംശം ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രഗത്ഭരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഇസ്ലാമിക സമൂഹത്തെ എല്ലാ നിലക്കും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി. കേവലം 2.5 വർഷം മാത്രമാണ് അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ഭരണകൂടം കിഴക്ക് ചൈന മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ നീണ്ട വളരെ പ്രവിശാലമായ വളരെ ദൈർഘ്യമേറിയ ഒരു പ്രദേശമായി. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമൂഹത്തിൽ ഇത്രയും പ്രവിശാലമായ ഒരു പ്രദേശത്ത് നിന്ന് മുഴുവൻ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ കൃത്യമായി ഓരോ പ്രദേശത്തു നിന്നും സക്കാത്ത് ശേഖരിക്കുകയും അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുക വഴി ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സക്കാത്ത് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ ദരിദ്രരായ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുക വളരെ പ്രയാസകരമാണ് എന്നും അങ്ങനെ ആളുകളില്ല എന്നും ഗവർണർമാർ അദ്ദേഹത്തിന് കത്തെഴുതിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ പല ആരാധന കാര്യങ്ങളും ചൈതന്യമില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ ജീവസ് നഷ്ടപ്പെട്ട ആരാധനാക്രമങ്ങളായി തീർന്നു. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽ ഒന്നായ സക്കാത്ത് നിർവഹണത്തിലൂടെ ദാരിദ്ര്യം എന്ന പ്രശ്നം തന്നെ ഇല്ലാതാക്കുവാൻ ആ ഭരണാധികാരിക്ക് സാധിച്ചത് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആ കാര്യം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ദരിദ്രരായ ആളുകളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഇത് വിതരണം ചെയ്യുക വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം അവർക്ക് മറുപടിയായി അയക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നാട്ടിൽ ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ അവരെ സഹായിക്കും. വിവാഹപ്രായത്തിയിട്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ വിവാഹം കഴിക്കുവാൻ
സഹായിക്കുക. അതോടൊപ്പം തന്നെ അടിമകൾ ഉണ്ടെങ്കിൽ അടിമകളെ വാങ്ങി മോചിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സക്കാത്തിന്റെ സമ്പത്ത് അത് അർഹരായ ആളുകളിൽ എടുക്കാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. മാത്രമല്ല, പക്ഷിമൃഗാദികൾ അവർക്ക് കൃത്യമായി ഭക്ഷണം ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതിനുവേണ്ടി സക്കാത്തിൽ നിന്ന് ചെലവഴിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം തന്റെ ഗവർണർമാർക്ക് നിർദ്ദേശം നൽകിയതായി രേഖപ്പെടുത്തപ്പെട്ടു. നമ്മൾ ആലോചിച്ചു, ഒരു നാട്ടിൽ നിന്ന്, ഒരു ചെറിയ പ്രദേശമല്ല, ഒരു വലിയ പ്രദേശത്ത് നിന്ന് ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കുവാൻ ഈ സംവിധാനത്തിന് സാധിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ആളുകളും എല്ലാ നിലക്കും ധനികരായി എന്നതിനർത്ഥമില്ല. അവരുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള പ്രാപ്തി, അതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് നമ്മൾ സാധാരണ പറയാവുന്ന രീതിയിൽ അവിടുത്തെ ഓരോ സമൂഹത്തിലെ വ്യക്തികളും ഉയർന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് വളരെ കൃത്യമായി നാം പഠനം നടത്തിയത്. ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായ ലക്ഷ്യവും, ആ ലക്ഷ്യപൂർത്തീകരണത്തിൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക തന്നെയാണ്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് നമ്മൾ നടത്തുന്ന സക്കാത്ത് പ്രവർത്തനങ്ങൾ കൂടെ സാധിക്കാറുണ്ടോ എന്ന ഒരു പരിശോധന നാം നടത്തേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമസ്കാരം അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായ ബോധമുണ്ട്. അതിന്റെ റുക്കനുകളും ഷർത്തുകളും ഫർദുകളും സുന്നത്തുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായി കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്നു. എന്നാൽ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ആരാധനാ കർമ്മമായിട്ടാണ് സക്കാത്തിനെ നമുക്ക് കാണാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അതിനോടനുബന്ധിച്ച് സക്കാത്തിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. അതല്ലാതെ വേറെ സന്ദർഭത്തിൽ സക്കാത്ത് മാത്രം പരാമർശിക്കപ്പെട്ടത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സക്കാത്ത് അവിടെ ഉണ്ടായ ചില പുതു മുസ്ലിങ്ങൾ അവർ പറയുകയുണ്ടായി, സക്കാത്ത് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് നൽകിയ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, അത് ഇനി മേലിൽ ഞങ്ങൾ നൽകുകയില്ല എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്, വല്ലാഹി ല ഉഖാതിലന്ന മൻ ഫർറഖ ബൈന സ്വലാത്ത് വസ്സക്കാത്ത്, സക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികൾ ചോദിക്കുകയുണ്ടായി, മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകളോട് താങ്കൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നൽകി വന്നിരുന്നത് ഒട്ടകത്തിന്റെ ഒരു കയറാണെങ്കിലും അത് ലഭിക്കുന്നത് വരെ ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യും. നമ്മൾ ആലോചിച്ചു, സക്കാത്ത് നിഷേധിക്കുന്ന ആളുകളോട് ഒരു ഭരണാധികാരി, ഇസ്ലാമിലെ ഒന്നാമത്തെ ഭരണാധികാരി പറയുന്നത് അവരോട് യുദ്ധം ചെയ്യുമെന്ന്. അതിന്റെ ഗൗരവം എത്ര മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു മുസ്ലിം സമൂഹത്തിൽ ഉള്ള ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ നമസ്കാരം നിലനിർത്താത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ മുസ്ലിമായി പരിഗണിക്കുക സാധ്യമല്ല. ഹദീസിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനകും അസ്സലാം ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും എന്ന് പറഞ്ഞാൽ വിശ്വാസികളെയും അവിശ്വാസികളെയും ഇടയിലുള്ള പ്രധാന ഉടമ്പടി നമസ്കാരമാണ്. അത് ഉപേക്ഷിക്കുന്നു അത്തരം ആളുകൾ നിഷേധികളായിരുന്നു. ഇതേ കാര്യം തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് തൗബയിലെ ഒരു ആയത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും, ഇനി അവർ പശ്ചാത്തലപ്പെടുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ അപ്പോൾ അവരാണ് ദീനിൽ നിന്റെ സഹോദരങ്ങൾ. ഒരു വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിക കാര്യങ്ങൾ നടത്തിപ്പോരുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അയാളെ മുസ്ലിമായി പരിഗണിക്കുകയില്ല എന്ന തീരുമാനം അവർക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സക്കാത്ത് നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അയാൾ ഉൾപ്പെടുകയില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സക്കാത്ത് നിഷേധികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, വൈലുൻ നമ്മൾക്ക് കേട്ട് പരിചയിച്ച ഒരു പദമാണ്, നാശം, ഒരു ശാപവാക്കാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി പല ആളുകളെ പരാമർശിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം. അന്യരെ അകാരണമായി കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ കുറവാക്കുകയോ ചെയ്യുന്ന ആളുകൾ വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ, നാം കേട്ട് പരിചയിച്ച ആയത്താണ്. അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ തങ്ങളുടെ കരങ്ങൾ കൊണ്ട് എഴുതുകയും ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വൈലുൻ
നാശം, ശാപം എന്ന പദപ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് നിഷേധിക്കുന്ന ആളുകൾക്കും ഇതേ വാക്ക് തന്നെ പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇപ്രകാരം: വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഊതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് നാശം. അവരുടെ പ്രത്യേകത അല്ലദീന ലാ യുഊതൂന സക്കാത്ത്, അവർ ഒരിക്കലും സക്കാത്ത് നൽകുന്നില്ല. മാത്രമല്ല വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവരുടെ പര്യവസാനത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് അവർ നിഷേധികളുമാണ്. അപ്പോൾ സക്കാത്ത് നിഷേധിച്ചു എന്ന കാരണത്താൽ ആ സമൂഹത്തിന് നാശമുണ്ടാവട്ടെ, ശാപമുണ്ടാവട്ടെ അള്ളാഹു നേർക്കുനേരെ പറയുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സക്കാത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ, അത് എത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശികൾക്ക്, ആർക്കാണോ അത് ലഭിക്കേണ്ടത്, അത് ലഭിക്കത്തക്ക രീതിയിലുള്ള ഏർപ്പാടുകൾ നാം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ ആലോചിച്ചു അതിന്റെ ഗൗരവം എത്രമാത്രമാണ്, എത്ര ശ്രദ്ധയോടുകൂടി നാം കൊണ്ടു നടക്കേണ്ട ഒരു കർമ്മമാണ് അത് എന്നതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. നമസ്കാരത്തിന് വളരെ കൃത്യമായി പള്ളികൾ ജമാഅത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അതിൽ വീഴ്ച വരുത്തുന്നതിൽ നമുക്ക് വലിയ ആകുലതയുണ്ട്, വളരെ പ്രയാസകരമാണ്. എന്നാൽ അതേ വ്യക്തി തന്നെ സാമ്പത്തികമായി സമൂഹത്തിന് കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്വം കൊടുത്തു തീർക്കാത്തതിൽ അത്ര വലിയ വിഷമമൊന്നും കണക്കാക്കുന്നില്ല, വലിയ പ്രയാസമൊന്നുമില്ല എങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. വിശുദ്ധ ഖുർആൻ മതനിഷേധിയെ കുറിച്ച് പറയുന്ന സന്ദർഭം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മതനിഷേധിയെ നീ കണ്ടു. ആരാണ് മതനിഷേധി? അവൻ അനാദിനെ തള്ളി പറയും. അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പരസ്പര പ്രോത്സാഹനം നൽകുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാത്ത ഒരു വ്യക്തി അയാൾ നമസ്കരിക്കുന്നു. അത്തരം നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശം എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ബാധ്യത അത് വളരെ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമസ്കാരം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രധാന ആരാധനാ കർമ്മമാണ്. അവിടെ നാം നടത്തുന്ന ഒരു രഹസ്യ സംഭാഷണം. എന്നാൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ സമൂഹവുമായി നമ്മെ ബന്ധപ്പെടുത്തുന്ന ആരാധനാ കർമ്മമാണ്. വിശുദ്ധ ഖുർആനിൽ എവിടേക്ക് അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ആരാധനയെ കുറിച്ച് പറയുന്നോ അവിടെ അതിന് തൊട്ടടുത്ത് തന്നെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന സക്കാത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ ഏതെങ്കിലും നിലയ്ക്ക് വീഴ്ച സംഭവിക്കുക എന്നുള്ളത് ഗുരുതരമായ പിഴവാണ് നമ്മൾ വിശ്വാസികൾ എന്ന്. ഇനി നമ്മൾ ആലോചിച്ചു, നേരത്തെ നാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സക്കാത്തിലൂടെ ദാരിദ്ര്യം എന്ന പ്രശ്നം തന്നെ ഇല്ലാതാക്കുവാൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിൽ, അത് ഏത് രാജ്യത്താകട്ടെ, പലപ്പോഴും ദരിദ്രരായ ഒട്ടേറെ ആളുകളുണ്ട്. ദാരിദ്ര്യം എന്ന പ്രശ്നം പരിപൂർണമായി ഇല്ലാതാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. സക്കാത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സക്കാത്ത് വ്യക്തിഗതമായി വ്യക്തികൾക്ക് നൽകുന്നതിന് പ്രോത്സാഹനം നൽകുന്ന പല ആളുകളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ സംഘടിതമായ സക്കാത്തിനെ കുറിച്ച് ഒരുപാട് രേഖകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, അവരിൽ നിന്ന് താങ്കൾ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്ത് എന്നാണ് മുഫസ്സിറുകൾ അത് വ്യാഖ്യാനം നൽകിയത്. സക്കാത്ത് സ്വീകരിക്കുക, അവരെ അത് പരിശുദ്ധപ്പെടുത്തും, അതുപോലെ തന്നെ അവരെ അത് സംസ്കരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് സക്കാത്ത്. അത് അവരിൽ നിന്ന് താങ്കൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പ്രത്യേകമായ നിർദ്ദേശം. ചരിത്രം വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സക്കാത്തിന്റെ ശേഖരണം മിക്ക സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്നു. അത് ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണ് അതിന്റെ വിനിയോഗം ഉണ്ടായിരുന്നത്. സക്കാത്ത് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അത് നൽകണം എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെ സമീപിച്ച് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വരുമാന കണക്കുകൾ എടുത്ത് അതിന്റെ 2.5% സക്കാത്തിലേക്കായി സ്വീകരിക്കുകയും സമൂഹത്തിൽ മൊത്തം പരിശോധന നടത്തി ആർക്കൊക്കെ അത് വിതരണം ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി പഠനം നടത്തി അവരിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ
അതിന്റെ ജീവനക്കാർ, അവർ സക്കാത്തിന് അവകാശികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ 8 വിഭാഗങ്ങളെ ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തണം എന്ന് പറയുമ്പോൾ എന്തിനാണ് വ്യക്തിഗതമായി വ്യക്തികൾക്ക് മാത്രം നൽകുന്ന ഒരു ഈ ഏർപ്പാടാണെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ ഒരു വിഭാഗത്തെ ഏർപ്പാടാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു നാം ആലോചിക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അഭിമാനബോധമുണ്ട്. അത് സമ്പന്നരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, ഉയർന്ന സമൂഹത്തിൽ വളരെ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിത്വമാകട്ടെ, താഴേക്കിടയിലുള്ള വ്യക്തിയാകട്ടെ, അഭിമാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സക്കാത്ത് ഒരു വ്യക്തിക്ക് നേർക്കുനേരെ നൽകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് അയാൾക്കൊരു തരത്തിലുള്ള ഉത്കർഷേച്ഛ, ഞാൻ കൊള്ളാം, ഞാൻ സമൂഹത്തിൽ അത്യാവശ്യം നല്ല സ്വീകാര്യതയുള്ള വ്യക്തിയാണ്, സാമ്പത്തികമായി എനിക്ക് അല്പം ശേഷി കഴിവുണ്ട് എന്നുള്ള തോന്നൽ അഹങ്കാരത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വാങ്ങുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള അപകർഷതാബോധം, ഇത് വാങ്ങേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ, ഞാൻ ഇത്രമാത്രം പ്രയാസപ്പെട്ടവനായി തീർന്നല്ലോ എന്ന ചിന്താഗതി വരുവാനുള്ള സാഹചര്യമുണ്ട്. അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഈ സക്കാത്ത് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി അത് ശേഖരണം വിതരണം നടന്നു എന്നതുകൊണ്ടാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സക്കാത്ത് വിതരണം ചെയ്യുന്ന എങ്ങനെയാണ്, കൂടുതൽ ആളുകൾ വ്യക്തികൾക്കാണ് നൽകുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് കേവലം നാം ഒരു വർഷത്തിൽ 1000 അല്ലെങ്കിൽ 2000 3000 രൂപ ഒരു വ്യക്തിക്ക് നൽകുന്നതോടുകൂടി അത് ഇല്ലാതാവുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പള്ളി കമ്മിറ്റികൾ വരെ സക്കാത്ത് വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പള്ളി കമ്മിറ്റിക്കാർ വരെ ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ഏതാനും പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി 1000 2000 നൽകുന്നു, ആ സക്കാത്ത് ബാധ്യത തീർന്നു എന്ന് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ നിന്ന് അതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അടുക്കൽ ഒരാൾ അയാളുടെ സാമ്പത്തിക പരാധീനതയെ കുറിച്ച് പറഞ്ഞു വന്ന സന്ദർഭത്തിൽ സക്കാത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. 3 ഒട്ടകത്തെ ആ വ്യക്തിക്ക് നൽകുവാനാണ് ആവശ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ വിഭവം നൽകുക. ആ കാലഘട്ടത്തിൽ ഒട്ടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അവയെ നൽകുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ സക്കാത്തിൽ നിന്ന് നാം വിതരണം ചെയ്യുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുന്നു, അയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അയാളുടെ പ്രശ്നം മനസ്സിലാക്കി അയാളെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിന് സാമ്പത്തികമായ ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു പക്ഷേ അയാൾക്ക് സക്കാത്ത് ഇങ്ങോട്ട് നൽകുവാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചു, ഒരു വാഹനം ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവർ, അയാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു തൊഴിലുണ്ട്, ആ തൊഴിലുകൊണ്ട് അയാൾക്ക് ജീവിക്കാം. അതിനുപയുക്തമാകുന്ന ഒരു വാഹനം, ഒരു ഓട്ടോറിക്ഷ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനമാകാം, സക്കാത്ത് സെല്ലിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ടൈലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമായ ഒരു സംവിധാനം നമുക്ക് നിർവഹിച്ചു കൊടുക്കാം. സാമ്പത്തികമായ കച്ചവട താല്പര്യങ്ങളോ മറ്റുള്ള അത് നടത്തുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിലൂടെ അവരുടെ ആ നിവൃത്തികേട് ഇല്ലാതാവുകയും സ്വമേധയാ അവർക്ക് സ്വന്തം കാലിൽ നിലനിൽക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കേവലം നാം 1000 2000 ഏതെങ്കിലും വ്യക്തികൾക്ക് നൽകുന്നത് അവരുടെ ജീവിതത്തിൽ അപ്പോഴുള്ള ഒരു പ്രശ്നം, ഒരുപക്ഷെ അല്പം മരുന്ന് വാങ്ങാം അല്ലെങ്കിൽ 1 2 ദിവസം ഭക്ഷണം കഴിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാം, കുട്ടികൾക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങാം. പക്ഷെ അത് സ്ഥായിയായ ഒരു സൊല്യൂഷൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ എല്ലാ ദരിദ്രരായ ആളുകളെയും ഒറ്റയടിക്ക് ദരിദ്രരല്ലാതാക്കി മാറ്റാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഏറ്റവും അർഹനായ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി ഒരു വർഷം നമ്മൾ ശേഖരിക്കുന്ന വിഭവം, ആ സക്കാത്ത് ഒരു പക്ഷേ അയാൾക്ക് മാത്രം ചെലവഴിക്കേണ്ടി വരും. 5 ലക്ഷം രൂപ പള്ളി കേന്ദ്രീകരിച്ച് നമ്മൾ സക്കാത്തിന്റെ വിഹിതം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിച്ചാൽ അയാളുടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അടുത്ത വർഷം ഇത് റിപ്പീറ്റ് ചെയ്ത് മറ്റൊരാളെ കണ്ടെത്തുന്നു, അയാൾക്ക് നൽകുന്നു. ഇതിനപ്പുറത്ത് നമ്മൾ വ്യക്തികൾക്ക് നൽകുന്ന ചില ചില്ലറ തൊട്ടുകൾ, അതുകൊണ്ട് ലോകത്ത് ഒരിടത്തും ഒരാളുടെയും പ്രയാസം ദൂരീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി നാം കൊടുക്കുന്ന വലിയ ഭീമമായ സംഖ്യയാണ്. അങ്ങനെ ഒരാളെ
കണ്ടെത്തി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ മാറിയേക്കാം. പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ്. വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളിൽ കൊടുക്കുന്ന വിഭവം, നമ്മുടെ സക്കാത്ത് വിഹിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ചത്. എന്നാൽ എല്ലാവരും ഒന്നിച്ച് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഒരു സംഖ്യയാവും. അതുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും. പടിപടിയായി ഒരു പ്രദേശത്തെ എല്ലാ നിലക്കും സ്വാശ്രയവൽക്കരിക്കുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കുവാൻ അതിലൂടെ സാധിക്കുന്നതാണ്. പക്ഷേ അതിൽ പ്രാവർത്തികമാക്കുവാൻ വളരെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കുവാനുള്ള സംവിധാനങ്ങൾ മഹല്ലുകളുടെ നേതൃത്വത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇതിനെ എതിർക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പറയാറുള്ളത് സക്കാത്ത് അത് വ്യക്തിഗതമായ ആരാധനയാണ്. വ്യക്തിഗതമായ ആരാധന തന്നെയാണ്, സംശയമില്ല. കാരണം ഓരോ വ്യക്തിയുമാണ് അത് കൊടുത്തു തീർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായ നടപ്പാക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. നമ്മൾ ആലോചിച്ചു, മുസ്ലിം സമുദായത്തിന്റെ ഏതേത് പ്രശ്നങ്ങളാണ് സാമൂഹ്യപരമല്ലാതെ നടക്കുന്നത്. നമ്മൾ നമസ്കരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അതൊരു പള്ളി കേന്ദ്രീകരിച്ചാണ്. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. സാമൂഹ്യപരമായിട്ടാണ് നടക്കുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മൾ നേർക്കുനേരെ ആ കുടുംബത്തെ സമീപിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഭൂരിപക്ഷം ആളുകൾ മഹല്ലുമായി ബന്ധപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വധൂഹിയത്ത് കർമ്മം, പെരുന്നാൾ നമസ്കാരം, മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ പള്ളി കേന്ദ്രീകരിച്ചാൽ പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം സക്കാത്ത് സംഭരിക്കുകയും ശേഖരിക്കുകയും വിതരണം ചെയ്യുക എന്ന ഈ പ്രവൃത്തി മാത്രം അങ്ങനെ സംഘടിതമായി നടക്കൂല എന്ന് നമ്മൾ പറയുന്നു. നാം ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായ ബോധത്തോടുകൂടി ഈ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അത്തരം ഇടപെടലുകൾ നടത്തി ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുവാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി നടപ്പാക്കാൻ സാധിക്കും. കേവലം പള്ളികൾ പോലും നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഏതാനും വ്യക്തികളെ കണ്ടെത്തി എല്ലാ ആളുകൾക്കും ഓഹരി വെച്ച് കൊടുക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സക്കാത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ സഹായിക്കത്തക്ക രീതിയിൽ നിങ്ങൾ അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ആലോചിച്ചു, പലപ്പോഴും നമ്മുടെയൊക്കെ ഭൂരിപക്ഷം ആളുകളുടെയും ചിന്ത ഞാൻ സക്കാത്ത് നൽകുവാൻ അർഹനാണോ എന്നുള്ളതാണ്. സക്കാത്ത് നൽകാൻ ഒരു വ്യക്തി അർഹനാകുന്നത് എപ്പോഴാണ് എന്ന് നാം ചിന്തിക്കേണ്ടത്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഒരു ശമ്പളക്കാരനാണ്, എനിക്ക് സക്കാത്തില്ല. അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് ആഭരണമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, എനിക്ക് സക്കാത്തില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാർഷിക വിളകൾ അത് സമയമാകുമ്പോൾ ആ വിള നടപ്പാക്കുന്നു, അതുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്നു, അത് സക്കാത്ത് വിഹിതം നൽകാത്ത ആളുകൾ. ഇങ്ങനെ നാണ്യവിളകളുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾക്ക് തന്നെ. നമ്മുടെ സമ്പാദ്യം അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുകയും അതിന്റെ നിശ്ചിത ശതമാനം മറ്റുള്ള ആളുകൾ, അത് അവരുടെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. വിശുദ്ധ ഖുർആൻ ആ രീതിയിൽ തന്നെ പറയുന്നത്. ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് മആരിജ്, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ ഒരു നിർണിതമായ അവകാശമുണ്ട്. ഹഖ് എന്ന് പറഞ്ഞാൽ, ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്. അവകാശമുണ്ട് ആർക്ക്? ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, നിരാലംബരായ ആളുകൾ, അശരണരായ ആളുകൾ. അത് കൊടുത്തു തീർക്കുക എന്നുള്ളത് അവരുടെ ഹക്കാണ്. അവരുടെ ഹക്ക് നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മുടെ ആ ബാക്കി സമ്പത്ത് കൂടി മലീമസമാവുകയാണ്. സക്കാത്തിന്റെ ലക്ഷ്യം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോമ്പ് നാം അനുഷ്ഠിക്കുന്നു. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നാം വ്യക്തിഗതമായി ശുദ്ധീകരണം നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുവാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാനം നമ്മുടെ മാർക്കറ്റ് നിലവാരം അനുസരിച്ച് 590 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായി നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സക്കാത്ത് നൽകുവാൻ അർഹനായി തീരുന്ന അവസ്ഥ 200 ദിർഹം വെള്ളി നാണയമായി. 200 ദിർഹം വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ 590 ഗ്രാം ആണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കണക്കനുസരിച്ച്. അത്രയും അതിനാവശ്യമായ 590 ഗ്രാം വെള്ളിക്ക് ആവശ്യമായ സമ്പത്ത് നമ്മുടെ അടിസ്ഥാന ചെലവുകൾ കഴിഞ്ഞാൽ, അടിസ്ഥാന ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൽ അടിസ്ഥാന ചെലവാണ്. നാം ഉപയോഗിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രവും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാന ചെലവാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ വീടുകളിൽ, ഇപ്പൊ നമ്മുടെ ഈ സർവീസിൽ
ഒരാളോട് ചോദിക്കുകയാണ് എത്ര ഷർട്ടുണ്ട്, പലപ്പോഴും പെട്ടെന്ന് അയാൾക്ക് പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അത് വീട്ടിൽ പോയി എണ്ണി നോക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചോ തന്നെ അത് എണ്ണി നോക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ആ വസ്ത്രങ്ങളൊക്കെ അടിസ്ഥാന ചെലവാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട് ഏറ്റവും മനോഹരമാണ്. ഈ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും പുതിയ തരത്തിലുള്ള ഫ്ലോറിങ്സ് ആണ് നാം അതിൽ നടത്തുന്നത്. പെയിന്റിംഗ് ആണെങ്കിലും മറ്റതൊക്കെ ആണെങ്കിലും അവിടെ അത് അടിസ്ഥാന ചെലവ് എന്ന് അതിനെ ഒരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ഇതില്ലാതെ കൂടാത്ത സന്ദർഭത്തിൽ അത്തരം വസ്തുക്കളെ മാത്രമാണ് അടിസ്ഥാന വസ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിച്ച് മിച്ചമായി നേരത്തെ പറഞ്ഞ 590 ഗ്രാം വെള്ളിക്ക് ആവശ്യമായ സമ്പത്ത് നാം ഉടമയാണെങ്കിൽ അതിന്റെ 2.5% പാവപ്പെട്ടവരുടെ അവകാശമാണ്. 2% എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു എത്ര ചെറുതാണത്. വളരെ മനോഹരമായി ചില ആളുകൾ പറയുന്ന ഒരു ഉപമയുണ്ട്. നമ്മൾ ഒരു ആപ്പിൾ, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്, അത് നമ്മൾ 10 കഷ്ണമാക്കും. 10 കഷ്ണമാക്കി 9 കഷ്ണവും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ബാക്കി ഒരു പീസാണ്. ആ ഒരു പീസ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ ഒരു പീസിനെ നമ്മൾ വീണ്ടും 4 വിഭജിക്കും. ആ 4-ൽ ഒരു പീസ് മാത്രമാണ് സക്കാത്തായി നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്നത്. ബാക്കി 9.25 അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ആ 2.5% എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പീസ്, ആ 9.25 കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു പീസിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുത്തു തീർത്തേ പറ്റും. നാം അത് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ബാക്കി സമ്പത്ത് അത് ഒരിക്കലും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ ബർക്കത്ത് അതിൽ ഉണ്ടാകുന്നില്ല. മാത്രമല്ല അത് നമുക്ക് നാശമായി തീരുകയും ചെയ്യും. നേരത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് നാം ഉദ്ധരിക്കുകയുണ്ടായി, ഫവൈലുൽ ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അല്ലാഹു ശപിച്ച സമ്പത്താണ്. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി ഇവിടെ കൊടുത്തു തീർക്കുവാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകൾ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് വാർഷികാടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ വിലയിരുത്തൽ നടത്തി അവിടെ സ്റ്റോക്ക് ഉള്ളതിന്റെ ഇന്നത്തെ മൂല്യം കണ്ടെത്തി അതുപോലെ തന്നെ ലഭിക്കാനുള്ള പണവും കൊടുക്കാനുള്ള ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. ഒരു കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വാടക ഉണ്ടാകാം, കറണ്ട് ചെലവുകൾ, മറ്റു ഒരുപാട് ചെലവുകൾ. അതൊക്കെ കഴിച്ച് നേരത്തെ പറഞ്ഞ 590 ഗ്രാം വെള്ളിക്ക് ആവശ്യമായ തുക അയാളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 2.5% മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് വളരെ കൃത്യമായ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ബോധമുണ്ടാകുമ്പോൾ നാം നേരത്തെ പറഞ്ഞ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്ത ആളുകൾ അവരാണ് മതത്തിൽ നിന്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ. അതല്ലാതെ ഈ കാര്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ പക്കലുണ്ട്, നാം കൊടുക്കാൻ അർഹനാണ്, എന്നിട്ടും അത് പിടിച്ചു വെക്കുന്നു. പല ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭത്തിൽ നമ്മെ മുസ്ലിം എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മൾ ഒരു നിലക്കുമുള്ള വീഴ്ചയും വരുത്തിക്കൂടാ. പലപ്പോഴും പല ആളുകൾ പറയും സക്കാത്ത് ഞാൻ കൊടുക്കാറുണ്ട്, ഞാൻ എന്റെ കുടുംബങ്ങൾക്കാണ് നൽകാറുള്ളത്. അങ്ങനെ ഒരു സക്കാത്ത് വ്യവസ്ഥ ഇസ്ലാമിലില്ല. കുടുംബങ്ങൾ നൽകേണ്ടതുണ്ട്, അതിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സംശയമില്ല. പക്ഷേ കുടുംബങ്ങൾക്ക് സക്കാത്ത് വിഹിതം നൽകുക എന്നുള്ള അത് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ, ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ബാധ്യത നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മയെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിലൂടെ സൂക്ഷിക്കണം. എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു ബഖറയിലെ 177-ാമത്തെ ആയത്ത് വളരെ വിശദമായി ഓരോരുത്തരുടെയും സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. അല്പം സുദീർഘമായി ആയത്ത് ഇപ്രകാരം, പുണ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കിബില മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ച സന്ദർഭത്തിലുണ്ടായ ചില തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ മുഖങ്ങൾ ഇന്ന പ്രദേശത്തേക്ക് തിരിക്കുകയില്ല, അവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശം നിങ്ങൾ പാലിക്കുക, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് മുഖ്യം. തുടർന്നുകൊണ്ട് അള്ളാഹു പറയും വലകിന്നൽ ബിർറ, പക്ഷേ പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ,
നമുക്കറിയാം ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, പണം അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. ആർക്കൊക്കെ? അടുത്ത ബന്ധുക്കൾക്ക്, അനാഥകൾ, അഗതികൾക്ക്, വഴിയാത്രക്കാർക്ക്, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, അടിമകളുടെ കാര്യത്തിൽ. തുടർന്നുകൊണ്ട് അള്ളാഹു പറയും, നമ്മൾ ആലോചിച്ചു, ഇവിടെ പണം പൈസ നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. ഇപ്പോൾ അത് ചെലവഴിച്ചാൽ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുക എന്നുള്ളത് പുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണവുമായി സാമ്പത്തിക ചെലവഴിക്കലിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ തന്നെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, ഒരേ ആയത്തിലാണ് ഈ പരാമർശം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർ പിന്നെ പുണ്യം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലാണ് സക്കാത്ത് നൽകുക. നേരത്തെ ഇതേ ആയത്തിൽ തന്നെ പറയുന്നു, പണം അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ, അനാഥകളിൽ, അഗതികളിൽ ഒക്കെ ചെലവഴിക്കലാണ് പുണ്യം എന്ന് പറഞ്ഞത്. അതോടൊപ്പം നമസ്കാര ദിനത്തിലും സക്കാത്ത് നൽകലും പുണ്യങ്ങളിൽപ്പെട്ടതാണ്. തുടർന്നുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയും. ഒരായത്തിൽ തന്നെ ഇവിടെ പണത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കെ അത് കുടുംബങ്ങളിൽ മറ്റും ചെലവഴിക്കാൻ പറയുന്നതിന് ശേഷം സക്കാത്തിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുമ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കുടുംബങ്ങൾക്ക് നമ്മൾ ഒരു ഓഹരി വെക്കുന്ന അതിനെ ഒരിക്കലും സക്കാത്ത് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, അത് സക്കാത്തല്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റു കുടുംബത്തിൽ ഏതെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളുടെ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പൊതു കളക്ഷനാണ്, പൊതുവായി ശേഖരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെ നടപ്പാക്കിയെങ്കിലേ അതുമൂലം ദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഇങ്ങനെ കേവലം നമ്മുടെ ബന്ധുക്കൾക്ക് നൽകി ഞാൻ സക്കാത്ത് കൊടുത്തു തീർത്തു, എന്റെ ബാധ്യത തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ടതില്ല. അത് ആരെയാണോ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഇനി അങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ പ്രദേശത്തില്ല എന്നാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് നേരെ കൊടുക്കാം. ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. നമ്മുടെ പ്രദേശത്ത് അതില്ല എങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റികളുടെ ഉത്തരവാദിത്തമാണ്. പലതരത്തിലുള്ള തർക്കങ്ങളും മറ്റൊക്കെ ഇത്തരം മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആത്യന്തികമായി മതപരമായ വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ഹദീസ്, ഇതിലൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് പരാമർശമാണുള്ളത് എന്ന് അന്വേഷിക്കുകയും അതിന്റെ സത്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഒരിക്കലും സക്കാത്ത് നിഷേധിക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം എന്ന് പറയുന്നതോടുകൂടി നാം കുറ്റക്കാരാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടത്. നാളെ പാരത്രിക ലോകത്ത് സ്വർഗപ്രവേശനം ലഭിച്ച ആളുകൾ നരകപ്രവേശനം ലഭിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ വേദനാജനകമായി ശിക്ഷയിൽ പതിക്കുവാൻ എന്താണ് നിങ്ങളെ കാരണമാക്കിയത്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇതിൽ പ്രവേശിച്ചത്? അവർ പറയുന്നത്, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല, അതോടൊപ്പം തന്നെ അഗതികൾക്ക് ഭക്ഷണം ഞങ്ങൾ നൽകിയിരുന്നില്ല, സമൂഹം ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ആ ഒഴുക്കിൽ ഞങ്ങൾ പെട്ടു. ഇവിടെ നമസ്കരിച്ചിരുന്നില്ല, അതോടൊപ്പം തന്നെ പാവപ്പെട്ട അഗതികളായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. രണ്ട് കുറ്റമാണ് പറയുന്നത് നരകത്തിൽ പ്രവേശിക്കാൻ. വേറെ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരെ പിടിക്കും. സൂറത്ത് ഹാക്കയിൽ നമുക്ക് കാണാൻ കഴിയും. കുറ്റവാളികളായ ആളുകളെ പിടിച്ച് നരകത്തിലേക്ക് എടുക്കാൻ പറയുന്നു. അതിന് കാരണമായി പറയുന്നത് അത്യുന്നതനായ പ്രതാപശാലിയായ രക്ഷിതാവിൽ അവർ വിശ്വസിച്ചില്ല. അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പരസ്പരം പ്രോത്സാഹനം നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം മോചനം സാധ്യമാകണമെങ്കിൽ ഈ കാര്യം നാം നിർവഹിച്ചേ പറ്റുകയുള്ളൂ. ഈ വിശുദ്ധ ഖുർആൻ അനുശാസിക്കുന്ന സക്കാത്ത് നിർവഹിക്കുവാൻ, അത് നൽകുവാൻ, അതിന് ഉത്തരവാദിത്തം നമുക്കുണ്ടോ? നമുക്ക് അത്തരത്തിലുള്ള സാമ്പത്തികമായ ഉത്തരവാദിത്തമുണ്ടോ എന്ന് പരിശോധന നടത്തുന്നത് നമ്മൾ തന്നെയാണ്. ആ പരിശോധന നടത്തിയ ശേഷം അങ്ങനെ ഉണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കുന്നതിൽ ഒരു വിമുഖതയും നാം കാണിക്കേണ്ടതില്ല. അത് കൊടുത്തു തീർക്കുന്നതിലൂടെ നമ്മുടെ ബാക്കി സമ്പത്ത് സംസ്കരിക്കപ്പെടുകയാണ്. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് അതുമൂലം സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യുന്നതാണ്. നമ്മൾ ആലോചിച്ചു, എല്ലാ ദിവസവും 2 മലക്കുകൾ ഓരോ വിശ്വാസികളുടെയും കൂടെ ഉണ്ടാവുമെന്ന്.
അതിലൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുൻഫിക്കൻ ഖലഫ വഅഅതി മുംസിക്കൻ തലഫ. അല്ലാഹുവേ, നൽകുന്ന ആൾ, കൊടുക്കുന്ന ആൾ അയാൾക്ക് കൂടുതലായി അധികരിപ്പിച്ച് നൽകണമേ എന്ന്. അടുത്ത മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, പിടിച്ചു വെക്കുന്ന ആൾ, കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആൾ, അയാൾക്ക് നാശം ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്തുകളുണ്ട്. ആർ നൽകുന്നുവോ അതോടൊപ്പം തന്നെ നാം പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അത്തരം ആളുകൾ അവരെ നാം എളുപ്പത്തിലേക്ക് നയിക്കും. എന്നാൽ നൽകാതെ പിശുക്ക് കാണിച്ച് അവന്റെ ധന്യത പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ അത്തരം ആളുകളെ ഉസ്റിലേക്ക് നയിക്കുമെന്നാണ്. അത്തരം ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് ഉള്ളത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടമാണ് ഉണ്ടാകുന്നത്, എളുപ്പമാണ് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് കഴിയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ റമദാനുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സക്കാത്ത് നമ്മൾ ഏത് സന്ദർഭത്തിലും എപ്പോഴാണോ നമുക്ക് നിസ്സാമത്തുന്നത് അപ്പോൾ കൊടുക്കേണ്ടതാണ്. റമദാനിലാണ് നമ്മളിങ്ങനെ അത് അനുഷ്ഠിച്ചു വരുന്നത്, അതുകൊണ്ട് ഇപ്പോൾ പരാമർശിച്ചു എന്നുള്ളത്. എന്നാൽ ദാനധർമ്മങ്ങൾ അതല്ലാത്ത സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ ഏത് സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാം. അത് പ്രത്യേകിച്ച് റമദാനിൽ അത് പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ അവർ നിർവഹിക്കുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. പല രോഗികളെയും സഹായിക്കുന്നു, അതുപോലെ തന്നെ ആളുകളുടെ സാമീപ്യം ആവശ്യമുള്ളപ്പോൾ അവിടെ എത്തി സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. ആ സന്നദ്ധ സംഘടനകളെ ജാതി മതമൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അവരെ സഹായിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് അവരോടൊപ്പം ഒരു പക്ഷേ പോകാൻ സാധിക്കുന്നില്ല, പോയി സഹായിക്കാൻ വേണ്ടത് അതിന് സാധ്യമല്ല. മറ്റു പല ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇതെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്നുള്ള ഒരു ബോധമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളാൽ കഴിയുന്നത് ഈ സാമ്പത്തിക സഹായം അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അത്തരം ആളുകൾ നമ്മെ സമീപിക്കുന്ന പുച്ഛത്തോടെ ഇവരൊക്കെ ഇത് നിർവഹിക്കുവാൻ ആരാണ് എന്നുള്ള ചിന്തയോടുകൂടി സമീപിക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നു. നാട്ടിലെ അത്തരം സംരംഭങ്ങളോട് സഹകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ സഹകരണങ്ങൾ, പൂരങ്ങൾ, നേർച്ചകൾ, അങ്ങനെയുള്ള അധർമ്മ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളുണ്ട്. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും നോക്കാത്ത ആളുകളുണ്ട്. അത്തരം അധർമ്മപരമായ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ അത് ആര് ചെയ്യട്ടെ, അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, വയനാട്ടിലൊക്കെ എല്ലാ സംഘടനകളും വളരെ മനോഹരമായി അവരുടെ കർത്തവ്യങ്ങൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. സമൂഹത്തിന് ജീവിതമാണ് അതിലൂടെ ലഭിക്കുന്നത്. അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇസ്ലാമിൽ നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട സക്കാത്ത് അതാണ് പ്രഥമമായി നാം ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്, ഫർദാണ്. അതല്ലാത്ത സാമ്പത്തിക ബാധ്യത നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് നമുക്ക് നിർവഹിക്കാം. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങൾ ധന്യമായ ആരാധനാക്രമങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുവാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിലെ ഇഫ്താർ ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച 1-ാം തീയതി അസ്ർ നമസ്കാരം മുതൽ ക്ലാസ്സോടുകൂടി നടത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കളും പങ്കെടുക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് കെയർ ഹോം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ റമദാനിൽ നമ്മൾ അതിൻ്റെ ഒരു വിപുലമായ കളക്ഷനുകൾ എടുത്തിരുന്നു. കെയർ ഹോം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ ലുക്കോമിയ ബാധിച്ച കുട്ടികൾ, മറ്റു കിഡ്നി പേഷ്യൻസ്, അങ്ങനെയൊക്കെ അവരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി വളരെ നല്ല ഹൈജീനിക്കായ ചുറ്റുപാടോടുകൂടിയുള്ള ഒരു സ്ഥാപനമാണ്. യാതൊരു തരത്തിലുള്ള ഭൗതിക നേട്ടവും ചിന്തിക്കാത്ത ഒരു പറ്റം ആളുകളാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ഈ പള്ളിയിൽ എടുക്കും. എല്ലാവരും അതിനെ കരുതി വരണമെന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹു നമ്മുടെ ഏവരുടെയും നല്ല പ്രവർത്തനങ്ങൾ സ്വീകാര്യമായ അമലുകളാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ഭാഗങ്ങൾ തീരുമാനമാവട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അതിൽ നിന്നുള്ള മോചനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين.
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا